നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദ കാശ്മീർ ഫയൽസ്, വിവേക് അഗ്നിഹോത്രി ഡയറക്റ്റ് ചെയ്ത കാശ്മീർ ഫയൽസ് എന്ന നിങ്ങളിൽ ചില ആളുകൾ ചിത്രമെന്ന് വിളിക്കുന്ന ഞാനൊരു പ്രൊപ്പഗാൻഡ ഫിലിം എന്ന് നിസ്സംശയം പറയുന്ന സംഭവത്തിൻ്റെ റിവ്യൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചിത്രം കാണാനായിട്ട് വൈകിയത്. ഇന്നാണ് ചിത്രം റിലീസിനെത്തിയത്. ആദ്യ ഷോയ്ക്ക് തന്നെ പോയി കണ്ടു. ചില ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ചെയ്യുക, നിങ്ങൾ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ. അതുകൊണ്ട് അല്ല ഇതിൻ്റെ റിവ്യൂ ചെയ്യാത്തത്. ഇതൊരു റിവ്യൂ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സിനിമയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം നിരാശാജനകമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള പ്രൊപ്പഗാൻഡ ഫിലിംസ് എന്ന് പറയുന്നത് ശരിക്കും പേടി ഉളവാക്കുന്നതാണ്. ആദ്യ ഷോയ്ക്ക് തന്നെ ഇത് പോയി കണ്ട സമയത്ത് ധാരാളം ഫാമിലി ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവരിലേക്ക് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കള്ളങ്ങൾ കുത്തിവെക്കുന്ന ഒരു വെറും കേവല ചിത്രം മാത്രമായി പോയി ദ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം കാണുന്നതിന് മുൻപ് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചില ഇരുണ്ട അധ്യായങ്ങളെന്ന് നമ്മൾ പറയുന്ന ആ ഒരു അധ്യായങ്ങളിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ഏടായിരുന്ന കാശ്മീർ പണ്ഡിറ്റുകളുടെ പാലായനത്തെ കുറിച്ചിട്ട് ചിത്രം സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷെ വ്യാപകമായിട്ട് സംഘപരിവാറുകാർ ഇതിനെ ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചില ഡൗട്ടുകൾ അടിച്ചിരുന്നു. കാരണം ഈ സംഘപരിവാറിനും അല്ലെങ്കിൽ BJPക്കുമൊക്കെ ഈ പാലായനത്തിലുള്ള പങ്കിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ അത്യാവശ്യം ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ആ ഒരു സമയത്തെ ഈ ഒരു സംഭവത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും രാജീവ് ഗാന്ധിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെയും തലയിലേക്ക് ചിത്രം വിദഗ്ധമായിട്ട് അങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ VP സിംഗിനെ അവിടെ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യ തവണയിൽ കണ്ടപ്പോൾ മനസ്സിലായത്. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്ന മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ തലയിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാം, ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതായിട്ട് സിനിമയിൽ കാണിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മറച്ചു വെക്കാനായിട്ട് സംഘപരിവാറുകാർ ശ്രമിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് BJPയുടെയും അദ്വാനിയുടെയും ആ ഒരു അജണ്ട എന്ന് പറയുന്നതാണ്. ജഗ്മോഹനെ അവിടുത്തെ ഗവർണറാക്കുന്നു. ജഗ്മോഹന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ഹിന്ദുക്കൾക്കിടയിൽ ഈ തരത്തിലുള്ള ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. മുസ്ലിംസ് നിങ്ങളെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ചിന്തകൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിംസുമായിട്ട് ഗവൺമെന്റ് സംസാരിക്കും, നിങ്ങൾ പാലായനം ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഹ്വാനം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കൽ ഈ തരത്തിലുള്ള ഒരു BJP അജണ്ടയായിരുന്നു. ഇത്തരത്തിൽ അവിടെ മരണപ്പെട്ട പണ്ഡിറ്റുകളുടേത് ഒരു വംശഹത്യയാക്കി മാറ്റുക, അത് ഈ ഒരു കാലഘട്ടത്തിലെ ഈ കേവല ബുദ്ധിയുള്ള സംഘപരിവാറുകാരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്ലാൻ മാത്രമാണ് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരു കാര്യം, 80-90 കാലഘട്ടങ്ങളിലൊക്കെ ഈ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ 15,000-ഓളം മുസ്ലിംസാണ് കശ്മീരിൽ മരണപ്പെട്ടത്. അവിടെയൊന്നും ഈ മുസ്ലിം വിഭാഗത്തിനോ അല്ലെങ്കിൽ ഈ തരത്തിൽ മരണപ്പെട്ട ഒരു ഭൂരിപക്ഷത്തെ കുറിച്ചിട്ടോ സിനിമ സംസാരിക്കുന്നേയില്ല. അതിർത്തി ഗ്രാമങ്ങളിലുള്ള മുസ്ലിംസ് മുഴുവൻ ഈ തരത്തിലുള്ള തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടും, അല്ലെങ്കിൽ ഇനി ഒരു അക്രമം ഇവരിൽ നിന്നുണ്ടാവുമെന്ന് ഉള്ള ഒരു പേടി ജനിപ്പിക്കാനായിട്ടും ഇവിടെയുള്ള ബഹുഭൂരിപക്ഷ കേവല ബുദ്ധിയുള്ള സംഘപരിവാറിലേക്ക് ഇറക്കിയ ഒരു ചിത്രം മാത്രമായിരുന്നു ദ കാശ്മീർ ഫയൽസ്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സംഘപരിവാറിന് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി സംവിധായകൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഒരു ഉദാഹരണമാണ് JNUവിനെ അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. JNUവിലുള്ള കുട്ടികളെല്ലാം ഈ തരത്തിൽ തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുള്ള ആളുകളാണെന്നും അവർ സംസാരിക്കുന്നതല്ല യാഥാർത്ഥ്യമെന്നും ഹിന്ദുത്വ അജണ്ടകൾ എന്ന് പറയുന്നത് മാത്രമാണ് നല്ലതെന്നും എന്നൊക്കെ പറയുന്ന വലിയ പ്രസംഗങ്ങൾ സിനിമയിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു JNU വിരുദ്ധത എന്ന് പറയുന്നതും സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദിയൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ തരത്തിലുള്ള പടങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിന് ടാക്സ് ഒഴിവാക്കിയ സംസ്ഥാനങ്ങൾ ആര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു തീവ്ര അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നൊരു ചിത്രത്തെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഒരു ഹിന്ദുത്വ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നടന്ന ഈ തരത്തിലുള്ള അത് BJP നല്ല രീതിയിൽ ഉപയോഗിച്ച ഒരു കാര്യത്തെ അത് ഈ തരത്തിൽ മോശമായിട്ട് ഒരു മതവിഭാഗത്തിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയും ആ തരത്തിലൊരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കി അത് വോട്ട് ബാങ്കുകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് ആക്കുവാനുമായിട്ടുള്ള ഒരു ശ്രമമാണ് നമുക്ക് സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ മോശമാണ് ഈ തരത്തിലുള്ള സിനിമകൾക്ക് കിട്ടുന്ന ഒരു പ്രേക്ഷക പിന്തുണ എന്ന് പറയുന്നത്. ഞാൻ തിയേറ്ററിൽ പോയ സമയത്ത് ഫാമിലി ആയിട്ടാണ് ആളുകൾ സിനിമ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഹിന്ദിയിലാണ് ചിത്രം, സബ് ടൈറ്റിലുകൾ ഇംഗ്ലീഷിലാണ്. പ്രായമായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്, ചെറിയ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ ഒരു സിനിമ കാണണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നേതൃത്വത്തിൽ വരുന്ന ആളുകളായിരിക്കാം. ഇവരുടെ മനസ്സിൽ ഒരേ ഒരു വികാരമേ ഉള്ളൂ, അവർ നമ്മളെ ആക്രമിക്കുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ അവർ പണ്ട് നമ്മളെ ആക്രമിച്ച ഒരു ചിത്രം, നാളെ നമ്മൾക്ക് വീണ്ടും ആക്രമണം വരും, അതുകൊണ്ട് നമ്മൾ യുണൈറ്റഡ് ആവണം, നമ്മൾ ഇന്ന ആളുടെ കൂടെ നിൽക്കണം. അവരെല്ലാവരും ഈ തരത്തിലുള്ള ആളുകളാണ്. സംഘപരിവാറുകാരോടൊപ്പം ക്രിസ്തങ്കികളും ഈ തരത്തിൽ ഈ ഒരു ചിത്രത്തെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നല്ല മണ്ടന്മാരാണ് ഇവർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം പറയാതെ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഭൂരിപക്ഷ മത തീവ്രവാദമുള്ള ഒരു സ്ഥലത്ത്
അകപ്പെടുന്ന ഒരു മൈനോറിറ്റി മതചിന്തയുള്ള ആളുകളെ അവരാക്രമിക്കും, കീഴ്പ്പെടുത്തും, അവരെ എങ്ങനെയും അവിടെ നിന്നിട്ട് ഓടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ജമ്മു കാശ്മീരിൽ ഭൂരിപക്ഷ മത തീവ്രവാദ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിൻ്റെ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട ഒരു ചെറിയ മൈനോറിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ സിനിമയിൽ കണ്ടത്. അപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഭൂരിപക്ഷ മത തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെയുള്ള ക്രിസ്തങ്കികൾക്കൊക്കെ ഉണ്ടാകുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ തരത്തിൽ ഇതുപോലെയുള്ള ചിത്രങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പറ്റിക്കപ്പെടും. ഇതുപോലെയൊക്കെയുള്ള ചിത്രങ്ങൾക്ക് ചുമ്മാ വൻ പ്രൊമോഷൻ കൊടുത്ത് BJP പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറും മണ്ടന്മാരായിട്ട് ഇരുന്ന് ഇത് കണ്ടിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിത്രമല്ല. നിങ്ങളുടെ അജ്ഞതയെ മുതലെടുക്കുന്ന, അവർ ചില സത്യങ്ങൾ വളച്ചൊടിച്ച് നിങ്ങളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തേക്ക് ഇറക്കുന്ന ചിത്രമാണ്. കുറേ ആരുടെയെങ്കിലും കണ്ണീരും കലാശവും അല്ലെങ്കിൽ ഈ തരത്തിൽ മുൻപ് ആ പാവപ്പെട്ട കശ്മീർ പണ്ഡിറ്റുകളുടെ അവസ്ഥ റിക്രിയേറ്റ് ചെയ്ത് സഹതാപ തരംഗമുണ്ടാക്കി ഈ തരത്തിൽ വോട്ട് നേടാനായിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് ശരിക്കും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ വിഷമം തോന്നി ഈ ഒരു സാഹചര്യത്തിൽ. ഇതുപോലെ നമ്മുടെ നാട്ടിലേക്കുള്ള സംഘപരിവാറുകാർ കുടുംബമടച്ച് ഈ ഒരു ചിത്രം പോയി കാണാനായിട്ടുള്ള ധൃതി കൂട്ടുന്നത് കണ്ടിട്ട് ശരിക്കും പേടി തോന്നി. തീവ്ര മതചിന്താഗതിയുള്ള ഇസ്ലാമിസ്റ്റുകളും സംഘപരിവാറുകാരും അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റികളുടെയും ഒക്കെ ഇടയിൽ പെട്ടുപോകുന്നത് ഈ തരത്തിൽ തീവ്ര മതചിന്താഗതി ഇല്ലാത്ത ആളുകളാണ്. ഇവർ തമ്മിലടിച്ച് ഇത് ഏതെങ്കിലും ഒരു സമയത്ത് കുറേ എണ്ണമൊക്കെ തീരും. അന്ന് കശ്മീരിൽ അങ്ങനെ സംഭവിച്ചു, അത് കഴിഞ്ഞ് ഗുജറാത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും തിരിച്ച് സംഭവിക്കുന്നു. ഇതങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. ഇത് വലിയ ചരിത്ര സംഭവമായിട്ട് ഇവർ നമ്മളെ കള്ളങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, തുറന്നു പറച്ചിലുകൾ എന്നിവയ്ക്ക് ഈ BJP സർക്കാർ പല ആളുകൾക്ക് കൊടുത്ത ശിക്ഷ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവർ നയിക്കുന്ന ചില ആളുകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രം അംഗീകരിക്കപ്പെടുകയും മറ്റുള്ള എല്ലാത്തിനെയും തടയുകയും ഇങ്ങനെ മാധ്യമങ്ങൾ വഴി കള്ളങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ ആ കൂട്ടത്തിലില്ല. ഈ ഒരു വിഷമത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണീർ നാടകത്തിലോ ഒന്നും എനിക്ക് തീരെ വിശ്വാസമില്ല. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.